ഒരു കുട്ടിയുടെ ബാല്യത്തിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല, പകരം വെടിയൊച്ചകളായിരുന്നു. എല്ലാവരും അവൻ മരിക്കുമെന്ന് കരുതി. എന്നാൽ കാലങ്ങൾക്കിപ്പം ലോക ഫുട്ബോൾ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ലെജൻഡ് എന്നാണ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ദാറ്റ് ഈസ് ലൂക്ക മോഡ്രിക്. യുദ്ധത്തെ അതിജീവിച്ച ലൂക്ക മോഡ്രിക്കിന്റെ കഥ കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോലെ. 1991 കൊറേഷ്യയിലെ യുദ്ധം. വീട് നഷ്ടപ്പെട്ടു, ബാല്യം നഷ്ടപ്പെട്ടു. ഒരു ദിവസം ലൂക്കയുടെ മുത്തച്ഛനെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി. ആ ദിവസം ആ കുട്ടി കരഞ്ഞില്ല, പകരം ജീവിക്കാൻ പഠിച്ചു. ഹോട്ടൽ പാർക്കിങ്ങിലെ ബോംബ് ഷെൽട്ടറിന്റെ അടുത്ത് ഒരു ചെറിയ ബോൾ, അതായിരുന്നു ലൂക്കയുടെ അക്കാഡമി. പല കോച്ചസും ലൂക്കയെ കണ്ടപ്പോൾ പറഞ്ഞു, വളരെ ചെറുതാണ്, വളരെ ബലഹീനനാണ്. പക്ഷെ യുദ്ധം അതിജീവിച്ചൊരു കുട്ടിയെ റിജക്ട് ചെയ്യാൻ ഫുട്ബോളിന് കഴിഞ്ഞില്ല. ശേഷം നമ്മൾ കണ്ടത് ചരിത്രമായിരുന്നു. റിയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ്, ബലൂൺ ഡിയോർ, കൊറേഷ്യാസ് വേൾഡ് കപ്പ് ഫൈനൽ, ലോകം ട്രോഫീസ് കണ്ടു. എന്നാൽ ലൂക്ക നമ്മളെ കാണിച്ചു തന്നത് വെടിയൊച്ചകളിൽ നിന്ന് സ്റ്റേഡിയത്തിന്റെ കയ്യടിയിലേക്ക് നടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു കാര്യം അറിയാമോ? പ്രഷർ അത് ഫൈനൽ കളിക്കുന്നവർക്ക് മാത്രമല്ല, യുദ്ധം അതിജീവിച്ചവർക്ക് പ്രഷർ എന്ന വാക്കിന് വിലയില്ല. ലൂക്ക മോഡ്രിക് നമ്മെ പഠിപ്പിച്ചത് ടാലന്റ് നിങ്ങളെ ഷൈൻ ചെയ്യിപ്പിക്കും, ഹാർഡ് വർക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെ തോൽപ്പിക്കുന്നവരാണ് ചരിത്രം എഴുതുന്നത്.